ഫുട്ബോൾ നമുക്കൊരു ഇമോഷനാണ്. 90 മിനിറ്റ് കളി കാണുന്ന ഒരാള് കടന്നു പോവാത്ത ഒരു ഇമോഷനും ഉണ്ടാവത്തില്ല ലോകത്തിൽ. Argentina, champions of the world! Again, at last! And a nation will tango all night long! ഇന്ത്യയിലുള്ള പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ കേരളത്തിലുണ്ട്. നിങ്ങളിത് കാണുക, ഈ ഭൂഗോളത്തിൽ അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം. ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി നാട് മുഴുവൻ ഫ്ലക്സ് അടിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നടക്കുന്ന ഒരു കളിക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് കരയുന്നത്? 3 മണി വരെ ആളുകൾ എണീച്ചിരുന്ന് കളി കാണുന്നത് എങ്ങനെയാണ്? ഒരു ഗോൾ അടിച്ചു കഴിയുമ്പം ആരെന്ന് പോലും അറിഞ്ഞൂടാത്ത ആളുകളെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം ഞാൻ എത്ര ആലോചിച്ചിട്ട് അതങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല. കുട്ടിക്കാലം മുതലേ ഫുട്ബോൾ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ സ്പോർട്ട് നമുക്ക് ബാക്കി സ്പോർട്സിനെ കാട്ടി വ്യത്യസ്തമായിട്ട് തോന്നുന്നത്? ഒരു റിലീജിയൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്താണ്? ഒരു കഥ, ഒരു ഹീറോ, ഒരു സിംബൽ, പൂജാകർമ്മങ്ങൾ, സേക്രഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഒരു കമ്മ്യൂണിറ്റി, പ്രതീക്ഷ, സാക്രിഫൈസ്, കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ട്രഡീഷൻസും. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കണ്ടു. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഐഡന്റിറ്റി തരികയാണെങ്കിൽ, നമുക്ക് റിച്വൽസ് തരികയാണെങ്കിൽ, നമുക്ക് ഹീറോസിനെ തരികയാണെങ്കിൽ, സ്ട്രേഞ്ചേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ആക്ച്വലി ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സ്പോർട്ട് മാത്രമാണോ? അങ്ങനെ നോക്കി ആക്ച്വലി ഫുട്ബോളും ഒരു റിലീജിയൻ അല്ലേ? ആൻഡ് മേ ബി ഈ കഥ ഫുട്ബോളിനെ പറ്റി ആവണമെന്നില്ല. ഈ കഥ നമ്മളെ പറ്റിയാണ്, മനുഷ്യരെ പറ്റി. നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം വിശ്വസിക്കാൻ വേണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതല്ല യഥാർത്ഥ ചോദ്യം. നമ്മൾ എന്തിനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. റിലീജിയൻ സോൾവ് ചെയ്തത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഒന്ന് ആലോചിച്ചു, ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് പോലീസുകാരോ ഇന്റർനെറ്റോ ഗവൺമെന്റോ ഒന്നും തന്നെ ഇല്ല. ആയിരക്കണക്കിന് സ്ട്രേഞ്ചേഴ്സ്. ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്? ഒരു ഫാമിലി പോലെ ഒരുമിപ്പിക്കാൻ പറ്റുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനെ കമ്മ്യൂണിറ്റീസ് ആക്കി, ഗ്രൂപ്പുകളാക്കി മാറ്റി. റിലീജിയൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബിലീഫ് മാത്രമല്ല. റിലീജിയൻ എന്ന് പറയുന്നത് നമ്മള് മനുഷ്യർ കണ്ടുപിടിച്ച ഇൻവെൻഷൻസിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം കൂടിയാണ്. ഫുട്ബോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥകൾ, ഒരുപാട് വാല്യൂസ്, ഒരുപാട് റിച്വൽസ്, ഒരുപാട് സിംബൽസ്, സെലിബ്രേഷൻസ്, ഒരുപാട് ഹീറോസിനെ നമുക്ക് തന്നു. സ്ട്രേഞ്ചേഴ്സിനെ വിശ്വസിക്കാനായിട്ട് നമുക്കൊരു റീസൺ തന്നു. നമ്മളെക്കാട്ടി എന്തോ വലുതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് തന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്ത ആളുകൾ എന്ത് വിശ്വസിച്ചു എന്നുള്ളതൊന്നുമല്ല, ആളുകളുടെ വിശ്വാസം, അവരുടെ ഷെയർഡ് ബിലീഫ്സ്, അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചു എന്നുള്ളതാണ്. ഫുട്ബോൾ വെറും 90 മിനിറ്റിൽ കളിക്കുന്ന ഒരു കളി മാത്രമല്ല, അതൊരു ഇൻഡസ്ട്രിയാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഫുട്ബോൾ എന്തൊക്കെ തരത്തിലുള്ള ജോലി നമ്മുടെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നു തോന്നുന്നു? പല രാജ്യങ്ങൾക്കും ഫുട്ബോൾ എന്ന് പറയുന്നത് എല്ലാ വർഷവും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നമുക്ക് 2022 വേൾഡ് കപ്പ് എടുക്കാം. ഖത്താർ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ കേരളം വെച്ച് നോക്കുമ്പോൾ പോപ്പുലേഷനും ഏരിയയും കുറവുള്ള സ്ഥലം. അവരാണ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത്. എന്നിട്ടും ലോകം മൊത്തം കളി കാണാൻ ഖത്താറിലേക്ക് പോയി. അവർ ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത വഴി ബില്യൺസ് ആണ് അവരുണ്ടാക്കിയത്. എയർപോർട്ട്, റോഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, സ്പോർട്സ് ഫെസിലിറ്റി, സെക്യൂരിറ്റി സിസ്റ്റംസ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ടൂറിസം, സർവീസസ്, ഹോസ്പിറ്റാലിറ്റി, വർക്ക് ഫോഴ്സ്, ഇന്റർനാഷണൽ ബ്രാൻഡിംഗ്. ആ രാജ്യത്തിന്റെ ഫേസ് മൊത്തത്തിൽ അങ്ങ് മാറി കുറച്ച് ദിവസത്തെ ഒരു കളി ഹോസ്റ്റ് ചെയ്തതിന്. റിയൽ വിക്ടറി എന്ന് പറയുന്നത് ഫസ്റ്റ് മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ കഴിഞ്ഞിരുന്നെങ്കിലോ? വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഫുട്ബോൾ മാത്രമൊന്നുമല്ല, അത് വലിയൊരു അഡ്വർടൈസ്മെന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ റിയൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വിസിൽ അടിക്കുന്നതിന് മുമ്പ് ആ രാജ്യം, ആ രാജ്യത്തിന് വേണ്ടിയും കളി കാണാൻ വന്നവർക്കും വേണ്ടിയും എന്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്, എന്തവര് ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തെത്തി. ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കല പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ രാജ്യത്ത് നടന്നാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും? നമ്മുടെ നാട് എങ്ങനെ മാറും? നമ്മുടെ വിശ്വാസം എപ്പോഴാണ് പവർഫുൾ ആവുന്നത്? നമ്മുടെ വിശ്വാസം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണ് അത് പവർഫുൾ ആവുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്താണ്? അത് ഫുട്ബോൾ ഭയങ്കര ക്വിക്ക് സ്പോട്ട് അല്ലേ? ആർക്കും കളിക്കാൻ പറ്റും. കൊച്ചിയിൽ നമ്മൾ ഫസ്റ്റ് കളിച്ച് തുടങ്ങുന്ന ഫുട്ബോൾ വെച്ചിട്ടല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം ഒരു ഫുട്ബോളിൽ. ഒരു സെക്കൻഡ് മതി കളിന്റെ ഗതി മാറാൻ വേണ്ടിട്ട്. ആ കളിക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മൾ എനിക്ക് വേണ്ടി അവൻ കളിക്കുകയാണ്, അല്ലെങ്കിൽ ആ കളിക്കുന്നത് ഞാനാണെന്നൊരു ഫീല് ഉണ്ടാവും. കഴിഞ്ഞ വർഷം മെസ്സി ജയിക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ആ സന്തോഷം വരുന്നത്. റൊണാൾഡോ തോക്കുമ്പോൾ ആ ആള് നടന്നു പോകുമ്പോൾ ആ വിഷമം നമുക്ക് എല്ലാവർക്കും ആണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ആവേശം ഞങ്ങളുടെ വീട്ടിൽ എന്റെ കൊച്ചു മോൻ ശരിക്കും 2 വയസ്സേ ഉള്ളൂ. അവൻ ശരിക്കും ജേഴ്സി കളർഫുൾ ജേഴ്സി ഇപ്പോൾ ഇട്ടിട്ട് ബോൾ ഇങ്ങനെ തട്ടി കളിക്കുകയാണ്. ആലോചിച്ചിട്ട് എനിക്ക് വരുന്ന ഒരു
ഇതാണ് വേൾഡ് കപ്പ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഉത്സവം വരുമ്പോ നാട്ടുകാർ മുഴുവൻ പങ്കെടുക്കും പോലെ ലോകത്തിന്റെ ഒരു ഉത്സവമാണ് ഈ വേൾഡ് കപ്പ്. ഇത്രയും ഫ്ലെക്സ് ഇത്രയും രൂപയുടെ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൂടെ? ഇപ്പൊ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ എവിടെയെങ്കിലൊക്കെ റീച്ച് എത്തി ആള് കാണുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ചിലപ്പോൾ നമുക്കും കാണില്ലേ. അത്ര ദാരിദ്ര്യം പിടിച്ച രാജ്യമൊന്നും അല്ലല്ലോ ഇന്ത്യ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ ഈ പൈസ ചിലവാക്കുക, അത് നമ്മുടെ കേരളം വേറെ രീതിയിൽ ചിലവാക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇത്രയും കാശിറക്കി എന്തിനാണ് ചെറിയ ഒരു മാസമാണല്ലോ വേൾഡ് കപ്പ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു ആവേശം എന്ന് പറയുന്നത് എപ്പോഴും ആവേശങ്ങൾക്ക് എന്താണ് ഒരു അതിരില്ല. അതിന് ഫ്ലെക്സ് ആയിരിക്കും, ചിലപ്പോൾ ആവേശപ്പെടണം. ചിലപ്പോൾ നമ്മൾ കണ്ട തിരുവനന്തപുരത്തിന് പല സ്ഥലങ്ങളിലും ബിഗ് സ്ക്രീനുകളാണ് സംഗതി. അവിടെ ഒരു ദിവസത്തിന്റെ വില 16,000 രൂപ ചിലവാക്കിയിട്ടാണ് പല സ്ഥലങ്ങളിലും ബിഗ് സ്ക്രീനുകൾ ഒരു ദിവസം മാത്രം ഓടുന്നത്. ഒരു ആവേശമാണ് സംഗതി. അതാണ് ഫുട്ബോൾ. ഇവിടെ സംസാരിച്ച എല്ലാ ആളുകളിൽ നിന്നും നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? എല്ലാവരും യുണൈറ്റഡ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 3-4 സൈഡുകൾ വരേണ്ട ആവശ്യമില്ല. നാടിന് നല്ലത് വരുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. ഈ കാര്യം നമ്മുടെ നാട്ടുകാർക്ക് അറിയാം. പക്ഷെ ഈ കാര്യം ചെയ്തെടുക്കാനായിട്ട് പല രാജ്യങ്ങളും വർഷങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന ചോദ്യം നമ്മൾ യുണൈറ്റഡ് ആണോ എന്നുള്ളതല്ല, വൺസ് യുണൈറ്റഡ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാലോചിക്കുക, എല്ലാ റിലീജിയനും, ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും, അമ്പലം, മോസ്ക്, പള്ളി, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവര് ബിൽഡ് ചെയ്ത് എന്തിനാണ്? നമ്മുടെ വിശ്വാസത്തിന് പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അടുത്ത വരുന്ന തലമുറയ്ക്ക് ഇത് ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങി കളിച്ചിട്ട് എത്ര കാലമായി? പുറത്തിറങ്ങി കളിക്കുന്ന കുട്ടികളുടെ ശബ്ദം കേട്ടിട്ട് നമ്മൾ എത്ര നാളായി? ഒരിക്കലും എല്ലാവർക്കും മെസ്സി, റൊണാൾഡോ ഒന്നും ആവാൻ പറ്റത്തില്ല. പക്ഷെ അത് ഓക്കെയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് മെമ്മറീസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി, സ്പോർട്സ് ആക്ടിവിറ്റീസോ ഗ്രൂപ്പായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതോ, തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ നല്ല മെമ്മറീസ് ആണ് ഇതെല്ലാം. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടോ? ഒരു സിവിലൈസേഷനെ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? അവരെന്തോ കാര്യത്തിന് വേണ്ടി സെലിബ്രേറ്റ് ചെയ്തു, നമ്മൾ ഓർക്കാറില്ല. പക്ഷേ അവരുടെ മരണശേഷം അവര് നമുക്ക് വേണ്ടി എന്ത് ബാക്കി വെച്ചിട്ട് പോയി, അതാണ് നമ്മൾ ഓർക്കുന്നത്. കയ്യടി ശബ്ദങ്ങളും ഫ്ലാഗുകളും മറ്റുമൊക്കെ നമ്മൾ താക്കുമ്പോഴും വേൾഡ് കപ്പിന്റെ അവസാനം ഏത് ടീം ജയിച്ചാലും ഇത് തീരുമല്ലോ. തീർന്നു കഴിയുമ്പോൾ എന്താണ് ബാക്കി നിൽക്കാൻ പോകുന്നത്? എത്ര കുട്ടികൾക്കാണ് മെസ്സി, റൊണാൾഡോ ആവണമെന്ന് ആഗ്രഹമുള്ളത്? ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ഇത്ര ആളുകൾ അടുത്തൊരു ഫുട്ബോൾ അക്കാഡമി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവണമെന്നില്ല. നമ്മളെല്ലാവരും ഗ്രേറ്റ്നെസ്സിനെ അഡ്മയർ ചെയ്യും. നമുക്ക് ഹീറോസിനെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ ഗ്രേറ്റ്നെസ്സിനെ അഡ്മയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി അഡ്മയർ ചെയ്യുന്നത് അവരുടെ റിസൾട്ട്സിനെ മാത്രമാണ്. ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് ആരും കാണാതിരിക്കുന്ന സമയത്ത് നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താനായിട്ട് എന്തൊക്കെ ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഹീറോസിനെ ഒന്നും കൂടെ റീതിങ്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ അവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മൾ കാണുന്ന സ്ഥിതിയിലേക്ക് ഇവർ മാറിയതിന്റെ പിന്നിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ പല ദിവസങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അവരുടെ ഡിസിപ്ലിനും അവരുടെ പെർസിസ്റ്റൻസും വിട്ടുകൊടുക്കില്ല എന്നുള്ള പല ദിവസങ്ങളിൽ അവരെടുത്ത തീരുമാനങ്ങളുമാണ് ഇന്ന് അവരെ നമ്മൾ അഡ്മയർ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള റീസൺ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന വേറെ രീതിയിലാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. കേരളത്തിൽ പണ്ട് ഗോൾഡൻ ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളും സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പേപ്പറുകളിലും ഇതൊന്നും ശരിയായി ഫലപ്രദമായി നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തുനിന്ന് അങ്ങനൊരു നിലവാരമുള്ള ടീം ഉയർന്നു വരാത്തത്. ഡോക്ടർ AKG അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ അവൻ്റെ മനസ്സിൽ സ്വപ്നങ്ങൾ നമ്മൾ കൊടുക്കണം. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങൾ നമ്മളാണ് അവന് ഒരുക്കി കൊടുക്കേണ്ടത്. ലോകോത്തരമായ താരങ്ങൾ യഥാർത്ഥത്തിൽ ജനിക്കുകയല്ല, അവരെ പരിശീലിപ്പിച്ച് ഉണ്ടാക്കിയാണ് ചെയ്തത്. ലോകത്ത് സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ ഫുട്ബോൾ രംഗത്ത് അധികാരമായി മാറേണ്ടുന്ന ഒരു രാജ്യമാണ്, ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹമാണ് ഇന്ത്യ മഹാരാജ്യം. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ഒരു ജീവിത അഭിലാഷം തന്നെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ രാജ്യം വേൾഡ് കപ്പ് എടുത്ത് കാണണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിലാഷം തന്നെ. ആ ചോദ്യത്തിൻ്റെ മറുപടി തരേണ്ടത് ഈ രാജ്യത്തെ ഭരണകൂടം മാത്രമല്ല, ഇവിടുത്തെ സുപ്രീം കോടതി മാത്രമല്ല, ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഓരോ ആളുകൾക്കും ഇതിൽ പങ്കുണ്ട്. ഒരു വലിയ ഫ്ലെക്സ് കെട്ടുന്നതിന് പകരം നമ്മളൊരു അക്കാഡമി ബിൽഡ് ചെയ്യുകയാണെങ്കിലോ, ഒരു ജനറേഷൻ കഴിയുന്ന സമയത്ത് ആ അക്കാഡമിയിൽ എന്തൊക്കെ നടക്കും? ഹെൽത്തി ആയിട്ടുള്ള പ്ലെയേഴ്സിനെ നമുക്ക് കിട്ടും, നല്ല കോച്ചസിനെ കിട്ടും, ന്യൂട്രീഷനിസ്റ്റിനെ കിട്ടും, റെഫറീസിനെ കിട്ടും, ടീച്ചേഴ്സിനെ കിട്ടും, സുഹൃത്ത് ബന്ധങ്ങളെ കിട്ടും, ഒരുപാട് ഓൺട്രപ്രനേഴ്സ് ഉണ്ടാവും. ഒരു ബിൽഡിംഗ് ആണ്, പക്ഷേ 100 കണക്കിന് ആളുകളുടെ ജീവിതമാണ് ഒറ്റയടിക്ക് അങ്ങ് മാറുന്നത്. ഞാൻ ഒരിക്കലും സെലിബ്രേഷൻ വേണ്ടാന്ന് പറയത്തില്ല, കാരണം നമുക്കും എന്തെങ്കിലും ഫണ്ടൊക്കെ വേണ്ടേ. പക്ഷെ നമ്മുടെ സമയം വന്നിരിക്കുന്നു നമ്മുടെ ഹീറോയിനെ റീഡിഫൈൻ ചെയ്യാൻ. മേ ബി ഏറ്റവും വലിയ ഫുട്ബോൾ ഫാൻ എന്ന് പറയുന്നത് ഏറ്റവും ഒച്ചത്തില് ഒരു രാജ്യത്തിന് വേണ്ടി വിളിക്കുന്ന ആളാവണമെന്നില്ല. മേ ബി ഈ പറയുന്ന വ്യക്തി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തിരിച്ചു പോകുന്ന സമയത്ത് ആ ഗ്രൗണ്ടിനെ ബെറ്റർ ആക്കിയിട്ട് ഇറങ്ങുന്ന ഒരാളാണെങ്കിലും. ഇത്ര കാലമായി അമ്മ നമ്മളെ വിളിച്ചു മനുഷ്യന്റെ തൊണ്ട കീറി. ഇങ്ങോട്ട് കേറി വാടാ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ജനറേഷനും
അവർ ജനിക്കുന്ന സ്ഥലം ചൂസ് ചെയ്തിട്ടല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. കുട്ടികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലീവ് ചെയ്യുന്ന ലോകത്താണ് അവർ ജീവിക്കുന്നത്. അവിടെ നിന്നാണ് അവർ വളർന്നു വരുന്നത്. ഏതൊരു അച്ഛനമ്മമാരുടെ അടുത്ത് ചോദിച്ചാലും അവർ പറയും, നിനക്ക് എന്നാത്തിന്റെ കുറവാണ്? കാശിന് കാശ്, പുസ്തകത്തിന് പുസ്തകം, കുപ്പായത്തിന് കുപ്പായം. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടാ? എന്റെ കുട്ടിക്ക് എന്നെക്കാട്ടി നല്ലൊരു ബെറ്റർ ഭാവി വേണം എന്നായിരിക്കും എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ അവർക്കൊരു ബെറ്റർ ലൈഫ് കൊടുക്കുന്ന ഓട്ടത്തിൽ നമ്മൾ അവരുടെ ഒരു ബെറ്റർ ചൈൽഡ്ഹുഡ് ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ നമ്മളെ കുട്ടികളൊന്നും ഒരിക്കലും ഇന്ത്യൻ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് വേൾഡ് കപ്പിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവർക്ക് ഓടാൻ കഴിയോ? അവർക്ക് ചാടാൻ കഴിയോ? അവർക്ക് എവിടെയെങ്കിലും വലിഞ്ഞു കയറാൻ കഴിയോ? എവിടെയെങ്കിലും വീണാലും ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് തിരിച്ചെണീക്കാൻ പറ്റുമോ? ഇന്റർനെറ്റും വൈഫൈ ഒന്നും ഇല്ലാതെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ തെരുവുകളിലിരുന്ന് രാത്രി വെളിച്ചം വരുന്നവരെ അവർക്ക് സന്തോഷിച്ചിരിക്കാൻ പറ്റുമോ? എല്ലാ ജനറേഷനും എന്തെങ്കിലും ഒരു കാര്യം ഇൻഹെറിറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചോദ്യം, നമ്മുടെ കുട്ടികൾ എന്ത് ഇൻഹെറിറ്റ് ചെയ്യണം നമ്മളിൽ നിന്ന്? ഈ വീഡിയോയിൽ ആക്ച്വലി എനിക്ക് ഈ കഥേന്റെ ഒരു ലെയർ മാത്രമേ തൊടാൻ പറ്റിയിട്ടുള്ളൂ. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളെ ടീം ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.